ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അടുക്കളയിൽ ഇങ്ങനെ പാത്രത്തിൽ അടിക്ക് പിടിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ സ്റ്റൗവിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് മറന്നു പോവും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ചത് മറന്നിട്ടുണ്ടാകും. അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിന് അടിക്ക് പിടിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ, അത്രയും ഇതിൽ തിക്കായിട്ട് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ എപ്പോഴും അബദ്ധം പറ്റാറൊന്നുമില്ല, വളരെ റയറാണ്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം സ്റ്റീലിൻ്റെ കുക്കറിൽ ഇതുപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഓർമ്മയിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇതാണ് പിന്നെ രണ്ടാമത് സംഭവിച്ചത്. അപ്പോൾ അന്ന് ഞാനത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഉപയോഗിച്ചൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇതിങ്ങനെ സംഭവിച്ചപ്പോൾ അതൊന്ന് വീഡിയോ ആക്കിയിടാമെന്ന് കരുതി. പലർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും റിസ്ക് ഇല്ലാതെ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ അടിക്ക് പിടിച്ച് ഈ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു അടിക്ക് പിടിച്ച് ആ ഒരു കരിഞ്ഞ് പിടിച്ച ഭാഗം എത്രത്തോളം ഉണ്ടോ അതുവരെ നമുക്ക് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും ഉള്ളൂ അതൊന്ന് ഇങ്ങനെ കുതിർന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കണം. എത്ര കൂടുതൽ സമയം നമ്മൾ ഇത് വെക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2-2.5 മണിക്കൂറോളം ഇത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് സാവധാനം പോലെ എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 2.5 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ ഈ ഒരു പാത്രം വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കുതിർത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും റിസ്ക് ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. കുതിർത്താതെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രയാസമായിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. ക്ലീൻ ആവുകയൊക്കെ ചെയ്യും, അതുപോലെ തന്നെ ക്ലീൻ ആവും. പക്ഷേ ചെയ്യുന്ന സമയത്ത് കുറച്ച് റിസ്ക് കൂടുതലായിരിക്കും. നമുക്കൊന്നും കൂടെ ഒക്കെ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലൊരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിങ്ങനെ ചുരണ്ടി കൊടുക്കുക. ഇതിൻ്റെ അടിക്ക് പിടിച്ച ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ചുരണ്ടി കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ എന്തായാലും ഇത് അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യുക. നന്നായിട്ട് തിളച്ച് വരണം. ഒരു 3 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് വെറുതെ അങ്ങനെ കടന്ന് തിളക്കാൻ വിടുക. എന്നിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ആ ഒരു പിടിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റും. പിന്നെ നന്നായിട്ട് കട്ടിയായിട്ട് പിടിച്ച ഭാഗത്ത് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. അത് നമുക്ക് പിന്നെ കഴുകിയെടുക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എത്ര സിമ്പിളായിട്ടാണ് അത് വിട്ടു പോരുന്നത് അറിയാം. നടുവിൽ മാത്രം ആ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രം കുറച്ച് കൂടുതലായിട്ട് പിടിച്ചത് കാരണം അവിടെ ചെറുതായിട്ട് നമുക്ക് കുറച്ചൊന്ന് ഫോഴ്സ് ചെയ്തിട്ടൊന്നിങ്ങനെ ചുരണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് അത് അങ്ങനെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ പരമാവധി കഴിയുന്നിടത്തോളം എല്ലാ ഭാഗത്തും സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക. പിന്നെ ഒരുപാട് റിസ്ക് ഒന്നുമില്ല കേട്ടോ, ഒരുപാട് ഫോഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. നമ്മൾ കുതിർത്തിയെടുത്തത് കാരണമാണ്. കുതിർത്തിയിട്ടില്ല, വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം എല്ലാ ഭാഗം ഒന്ന് ചുരണ്ടി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ പോലെ പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിലുള്ള ആ ഒരു വേസ്റ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കളയണം. അപ്പോൾ അത് സിങ്കിലോട്ട് ഡയറക്റ്റ് നമ്മൾ കിച്ചൺ സിങ്കിലോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് ആ ഒരു വേസ്റ്റ് ഉണ്ടാകും. അതിൻ്റെ ആ ഒരു അടിക്ക് പിടിച്ച ആ ഒരു കരിഞ്ഞ് പിടിച്ച സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇങ്ങനെ ഒരു സ്റ്റെയിനറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിച്ചൺ സിങ്ക് വൃത്തികേടാവുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ക്ലീനായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഭാഗമൊക്കെ അതിലുണ്ടാവും കേട്ടോ. നമ്മുടെ ആ ഒരു സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും അതിങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ എവിടെയൊക്കെയാണെന്നുള്ളത്, കാണാൻ സാധിക്കില്ലല്ലോ.
അപ്പോൾ ഇനി ഇത് നമുക്ക് സാധാരണ പോലെ ക്ലീൻ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലിക്വിഡോ സോപ്പ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, RCM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. RCM എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി പലർക്കും അറിയുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു റേറ്റ് എന്നുള്ളത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഇതുമേൽ 96 രൂപയാണ്. അത് നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 82 രൂപക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഫെയറി ഉണ്ടല്ലോ, സാധാരണ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫെയറിയുടെ അതേ ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ലിക്വിഡിന് അത്ര ഒരു ക്വാളിറ്റി ഉള്ളത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇനി സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ചിലർക്കൊക്കെ ഉപയോഗിക്കാൻ മടിയായിരിക്കും, പാത്രം കേടുവരും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നിർബന്ധ ബുദ്ധി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് ഒരു പുറം ഭാഗം ഇങ്ങനെ ഒരു റഫായിട്ടുള്ള ടൈപ്പ് സ്ക്രബ്ബർ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല, ഇത് കുതിർന്ന് നിൽക്കുന്ന സംഭവമായിരിക്കും, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റീൽ സ്ക്രബ്ബർ ആകുമ്പോൾ ഒന്നും കൂടെ ഈസിയാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ കൂടുതൽ ഒന്നും കൂടെ ഫോഴ്സൊക്കെ ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ കഴുകേണ്ടി വരും. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തു എന്ന് മാത്രം. നമുക്കിതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴുകി നോക്കുമ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് ഉരച്ച് കളയാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ, വളരെ സിമ്പിളായിട്ട്. നമുക്കിത് കരിഞ്ഞു പിടിച്ച് കാണുന്ന സമയത്ത് തോന്നും അയ്യോ ഇതിനിപ്പോൾ എങ്ങനെ ശരിയാക്കി എടുക്കുക എന്നുള്ള ആ ഒരു ടെൻഷനായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. കാരണം ഒരു പാത്രം പഴയ രൂപത്തിലാവുക എന്നുള്ളത് ഭയങ്കര റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ, പെട്ടെന്ന് റെഡിയായി കിട്ടും. സ്റ്റീലും അലുമിനിയം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റീലിൻ്റെ കുക്കർ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഫാമിലിക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്